എൻ്റെ ഭാര്യ. ലോകത്ത് കുറേ സുന്ദരിമാരുണ്ടായിരിക്കാം, എനിക്കെൻ്റെ ഭാര്യ ഏറ്റവും വലിയ സുന്ദരിയാണ്, അൽഹംദുലില്ലാ. എനിക്കെൻ്റെ മക്കള് എൻ്റെ കണ്ണിലുണ്ണിയാണ്. എൻ്റെ ജോബ്, എനിക്ക് ലുഖ്മത്തു ഐഷ്, എനിക്ക് ജീവിക്കാൻ വക നൽകുന്ന എൻ്റെ ജോബാണ്, അൽഹംദുലില്ലാ. നല്ല ജോബ്, കൂടുതൽ സാലറി ഉള്ളത് കിട്ടിയാൽ ഞാൻ പോകും. പക്ഷെ ഉള്ളത് ഞാൻ തൃപ്തനാണ്, സംതൃപ്തനാണ്. എൻ്റെ വീട്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നാട്. പലരും നാട് വിട്ടുപോയി അമേരിക്കയിലും കാനഡയിലുമൊക്കെ സെറ്റിലാവും. എന്തേ? നമ്മളെ നാട്ടിൽ സ്റ്റാൻഡേർഡ് ഇല്ലേ എന്ന് പറഞ്ഞിട്ട്. സമ്പാദ്യവും പറമ്പും ആയിരക്കണക്കിന് ഏക്കർ റബ്ബർ തോട്ടമൊക്കെ ഇവിടെ ഉണ്ടാവും, പക്ഷെ നാട്ടുകാർക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറഞ്ഞ് പോകുന്ന ആളുകളില്ലേ? എന്ത് ജീവിക്കാൻ കൊള്ളൂല. അത് പിന്നെ നമുക്ക് സ്റ്റേറ്റ്സിലൊക്കെ പോയിട്ട് ജീവിക്കാം. എൻ്റെ നാടും എൻ്റെ ഗ്രാമവും എനിക്ക് സ്വർഗമാണ് എന്ന് വിചാരിച്ചാൽ ആ മനുഷ്യനോളം സന്തോഷമുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ സന്തോഷം അല്ലാഹു നൽകിയതാണ്. പക്ഷെ നമുക്ക് തോന്നുകയാണ് കുറേ കിട്ടിയാലാ സന്തോഷിക്കാൻ. അല്ല, അതിനാണ് പ്രവാചകർ നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു പറഞ്ഞയച്ചത്, മനുഷ്യന് സമാധാനം നൽകാൻ. അതുകൊണ്ട് പറഞ്ഞു, അൽ ഖനാഅതു കൻസുൻ ലാ തഫ്നാ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും തീർന്നു പോകാത്ത നിധിയാണ്. തീർന്നു പോകാത്ത നിധിയാണ്. നിങ്ങൾ വാഹനം ഓടിക്കുന്നു, ഒരു സ്വിഫ്റ്റ് കാറാണ് ഉള്ളതിൽ, മാരുതി 800 പഴയ കാലത്തൊക്കെ ഉപയോഗിച്ച്, അതൊക്കെ അന്ന് കാറായാൽ മതിയായിരുന്നു അല്ലേ? കാറിലാ വന്നതെന്ന് പറയാം. ചൂടുക്കണ കാലത്താണെങ്കിൽ ഗ്ലാസ്സൊക്കെ പൊക്കിയിട്ട്, അപ്പോൾ ചങ്ങാതി ആ ഗ്ലാസ് താത്തി കൂടെ കാറ്റ് വന്നൂടെ, ഈ ചൂടത്ത് എന്തിനാ ഗ്ലാസ് പൊക്കിയിട്ട് ടൗണിലൂടെ? ആൾക്കാർ വിചാരിച്ചോട്ടെ എ സി ഉണ്ടെന്നേ. എന്നിട്ട് കുറച്ച് ഇങ്ങനെയൊക്കെ പൊങ്ങച്ച മനുഷ്യന് വന്നിരുന്നൊരു കാലുണ്ടായിരുന്നു. നമ്മുടെ കൊച്ചുമക്കൾ പോലും ഒരു വാഹനം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വാങ്ങണം എന്നാണ് വാപ്പയോട് പറയാം. നമ്മളൊരു വാഹനം എങ്ങനെ തട്ടിയൊപ്പിച്ചു, നമ്മുടെ അയൽവക്കക്കാരനോ കുടുംബക്കാരനോ അതിലും മുന്തിയ വണ്ടിക്ക് വന്ന വാപ്പാൻ്റെ വണ്ടിയിൽ നിന്ന് ഈ മക്കൾ ആ വണ്ടിയിലേക്ക് ഓടും ഇല്ലേ? അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. എൻ്റെ വാഹനം എനിക്കത് ബുറാഖാണ്, എൻ്റെ വാഹനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, എനിക്ക് അല്ലാഹു തന്ന അനുഗ്രഹമാണ്, അത് മതി. പിന്നെ വലുതല്ല തരികയാണെങ്കിൽ അൽഹംദുലില്ലാ. പക്ഷേ വലുത് കിട്ടുന്നത് വരെ ഞാൻ സന്തോഷിക്കില്ല എന്ന് പറയല്ലേ. ഇവിടെ തന്നെ ഈ നിമിഷം നീ സന്തോഷിക്കണം. ഇതുപോലും ഇല്ലാത്തവർ നമ്മുടെ ഇടയിലുണ്ട് എന്ന് ആലോചിക്കണം. അതിനാണ് ഖനാഅ എന്ന് പറയാ. ഇനിയിപ്പോൾ ഈ സദസ്സിൽ മുതലാളിയല്ലാത്ത ആരാളുള്ളതും കൈപൊക്കിയട്ടെ. ഈ പറഞ്ഞ ആശയം മനസ്സിലായിട്ട് എനിക്കിപ്പോഴും തികഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നവരാരെങ്കിലും ഉണ്ടോ? നമ്മളൊക്കെ മുതലാളിമാരായി മാറി. സമയം 7:30 മണിക്ക് തുടങ്ങിയിട്ടുള്ളൂ. ഇത്ര നേരം കൊണ്ട് മുതലാളിമാരായി നമ്മൾ മാറിക്കഴിഞ്ഞു കേട്ടോ. ഇനി വെറുതെ ആലോചിച്ചിരുന്ന് ടെൻഷൻ അടിക്കണ്ട, ചിരിച്ചോളൂ. പുഞ്ചിരി എന്നത് സ്വതക്കയാണെന്ന് പറഞ്ഞ റസൂലാ നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു മറ്റേ പാർട്ടിക്കാരനാണ്, ഇവിടുത്തുകാരനാണ്, പിന്നെ അവൻ എനിക്കെതിരെ പറഞ്ഞ ആളാണ്. ഇത് എന്ത് ഹല്ലിവല്ലി. ലോകം വിശാലമാണ്, അതിനെ ഒരു നാരോ മൈൻഡിലൂടെ നോക്കാൻ പാടില്ലെന്നാണ്. മനുഷ്യരോട് പുഞ്ചിരിച്ചാൽ അവർക്ക് ദാനമുണ്ട്, പൈസ കൊടുത്ത പ്രതിഫലമാണ്. ഒരാളുടെ കയ്യിൽ കാശ് കൊടുത്താൽ മനുഷ്യന് സന്തോഷം ഉണ്ടാവില്ലേ? അതുപോലെ സന്തോഷമാണ് നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ, സന്തോഷമാണ് നിങ്ങൾ അയാളിലേക്ക് കൈമാറുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹജീവികളോട് ചിരിക്കുന്നത് നിങ്ങൾക്ക് ദാനത്തിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് പറഞ്ഞ റസൂൽ നമ്മുടെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ലോക മനുഷ്യർക്ക് മാതൃകയാകുന്ന സമൂഹമാണെന്ന് പറയും. നമ്മൾ ആരൊക്കെ കല്ലെറിഞ്ഞാലും, കുറേ കല്ലേറൊക്കെ തടുക്കാൻ അനിൽ സാറൊക്കെ ഇടപെടാറുണ്ട്. സാർ പോയോ? ഞാൻ പറയാം, അനിൽസാറ് ഞാൻ കണ്ടപ്പോൾ അനിൽസാർ ഇത്ര ഹൈറ്റില്ല എന്ന് എനിക്ക് തോന്നി. അനിൽസാർ എന്നെ കണ്ടപ്പോൾ ഞാൻ വലിയ ഹൈറ്റുള്ള ആളാണെന്ന്. ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അനിൽസാർ ഒരു ചിരി ചിരിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇതന്നെ അനിൽസാറാണ്. ആ ചിരിയാണ് ആ ട്രേഡ് മാർക്ക്. ഒരുപാട് സമൂഹത്തെ, ഈ ഉമ്മത്തിനെ ബാധിക്കുന്ന പല വിഷയങ്ങളും പല ജീർണതകളെയും അദ്ദേഹം തുറന്നടിച്ച് സംസാരിക്കാറുണ്ട്, ഡിഫെൻഡ് ചെയ്യാറുണ്ട്. എത്രയാണ് ഏറ് വരുന്നത്? ഏറുകൾ ഇങ്ങനെ കുറേ വന്നാൽ ഏത് അയൺ ഡോമിനും തടുക്കാൻ കഴിയില്ല നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഈ ഉമ്മത്തിനെതിരെ ധാരാളം ഏറ് വരുന്നുണ്ട്. കുറേയൊക്കെ ചില അയൺ ഡോമുകളൊക്കെ, അനിൽസാറെ പോലെയുള്ള ഡോമുകളൊക്കെ പ്രതിരോധിക്കുന്നുണ്ട്. എന്നാലും കുറേ നമ്മുടെ തലക്ക് വന്ന് വീഴുന്നുണ്ട്. വീണോട്ടെ, എന്നാലും നമ്മൾ സർവൈവ് ചെയ്യും. നമ്മൾ ഹബീബിൻ്റെ ചര്യയിൽ ജീവിക്കുകയാണ്. ഇപ്പറഞ്ഞ പോലെ നമ്മൾ ജീവിച്ചാൽ ഈ ഉമ്മത്തിനെ തകർക്കാൻ ആരെക്കൊണ്ടും കഴിയും. നമ്മുടെ മനസ്സുകൊണ്ട് സന്തുഷ്ടരാണ്, നമ്മൾ ഹാപ്പിയാണ്. നമ്മൾക്ക് ഇവിടെയും സന്തോഷമാണ്, മരണത്തിന് ശേഷവും സന്തോഷമാണ്. ആ ഒരു ജീവിതമാണ് വിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്തത്. അതുകൊണ്ട് 16,000 ആളുകളുടെ
ആ ഒരു സർവേയിൽ 35% ആളുകൾ പറഞ്ഞു സന്തോഷം എന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത് സ്നേഹമാണ്. 28% പറഞ്ഞു വിജയം എന്ന് പറയുന്നത് സംതൃപ്തിയാണ്. 17% പറഞ്ഞു വിജയം എന്ന് പറഞ്ഞാൽ ആരോഗ്യമുണ്ടായാൽ അതന്നെ വിജയം, മരണം വരെ ആരോഗ്യത്തോടെ ജീവിക്കുക. 7% പറഞ്ഞു വിജയം എന്ന് പറഞ്ഞാൽ നല്ല ഒരു വിവാഹം കഴിച്ച് തനിക്ക് സങ്കടവും സന്തോഷവും പങ്കുവെക്കാൻ കൂടെ ഒരു ഭാര്യയുണ്ടെങ്കിൽ, തൻ്റെ കൂടെ ഒരു ഭർത്താവുണ്ടെങ്കിൽ അതാണ് വിജയമെന്ന് 7%. 5.5% 5.5% ആളുകൾ പറഞ്ഞു വിജയം എന്ന് പറയുന്നത് കാശ് തന്നെയാണ്, പൈസ വേണം എന്ന് പറഞ്ഞു. 4% ആളുകൾ പറഞ്ഞു ഈ ലോകത്തെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നമുക്ക് മക്കൾ ജനിക്കുമ്പോഴാണ് അതുണ്ടാകുന്നത് എന്ന് പറഞ്ഞത് 4% ആളുകൾ. ഈ സർവേ എന്ന് പറഞ്ഞതിൽ അതിൽ വേറൊരു സൈക്കോളജി ഉണ്ട്. ഈ സർവേ ആയിരിക്കും ഇനി 1 കോടി മനുഷ്യരിൽ നമ്മൾ നടത്തിയാലും അതിൻ്റെ റിസൾട്ട് ഒരുപോലെ ആയിരിക്കും. നമ്മൾ കാണാറില്ലേ ഇലക്ഷൻ്റെ തൊട്ട് ശേഷമൊക്കെ ചില പ്രവചനങ്ങൾ നടക്കുന്നത്, അതങ്ങനെ തന്നെയായി പുലരുകയും ചെയ്യുക സ്വാഭാവികമാണ്. അത് ഹ്യൂമൻ സൈക്കോളജി പഠിക്കുമ്പോൾ മനസ്സിലാവും. അത് സുബ്ഹാനല്ലാഹ്. സന്തോഷമെന്നത് ഒരു കുഞ്ഞിൻ്റെ പുഞ്ചിരിയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സന്തോഷമെന്നത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ദാനത്തിലുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ കാണുന്ന കൊച്ചു പക്ഷികളുടെ ശബ്ദ, അവരുടെ ആ കളകൂജനത്തിലുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മൾ കാണുന്ന മനുഷ്യരുടെ മുഖങ്ങളിൽ നമുക്ക് സന്തോഷമുണ്ട്. ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിൽ സന്തോഷമുണ്ട്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാരുണ്യത്തിൽ സന്തോഷമുണ്ട്. അള്ളാഹു ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഇടമെന്ന് പറയുന്നത് ഖൽബാണ്, ഹൃദയമാണ്. എല്ലാ സന്തോഷവും കിടക്കുന്നത് ഖൽബിലാണ്, നമ്മുടെ ബാങ്ക് ബാലൻസിലല്ല, നമ്മുടെ വർക്ക് പ്ലേസിലല്ല, നമ്മുടെ കമ്പനിയിലല്ല, നമ്മുടെ ഫാക്ടറിയിലല്ല, നമ്മുടെ വീട്ടിലുമല്ല. ഇതൊക്കെ കിടക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ്. ഇത് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇവിടെ നിന്ന് പറഞ്ഞു അലാ ബിവേ, അറിയണം അറിയണം, ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് പറയുമ്പോഴാ പുണ്യനിബിതങ്ങൾ അലാ എന്ന വാക്ക് പറയാ. അറിയണേ, ഇന്ന ഫിൽ ജസദി മുദ്ഗ, there is a morsel of flesh in the human body. മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഒരു മാംസകഷ്ണം, ബോണല്ല, മാംസകഷ്ണം, ഒരു മസിൽ കൊണ്ടുണ്ടാക്കിയ ഒരു അവയവം. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു. If that is sounds, the entire body is sounds. നിങ്ങളുടെ ആ അവയവം ആരോഗ്യമുള്ളതാണെങ്കിൽ, നല്ലതാണെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവനും നല്ലതാണ്. ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു. ആ ഒരവയവം കേടുവന്നാൽ നിങ്ങളുടെ ശരീരം മുഴുവനും കേടുവരും. അലാ, വീണ്ടും പറഞ്ഞു അലാ, അറിയണേ, വഹിയൽ ഖൽബ്, അത് നിങ്ങളുടെ ഹൃദയമാണ്, ഹൃദയമാണ്, ഹൃദയമാണ്. അത് നന്നാവാതെ മേക്കപ്പെട്ടിട്ട് കാര്യമില്ല പെങ്ങളെ. അത് ശരിയാവാതെ നമ്മുടെ നൈക്കിൻ്റെ പാൻറ്റിട്ട് നടന്നിട്ടൊന്നും കാര്യമുണ്ടോ? നമ്മൾ ബ്രാൻഡ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മുടെ വലിയ ഫോണും വലിയ എക്സ്പെൻസീവ് കാറിൻ്റെ കീയും കയ്യിൽ പിടിച്ചിടുന്നത് വല്ല കാര്യമുണ്ടോ? നമ്മുടെ ഹൃദയം നന്നാവാതിരുന്നാൽ ഖൽബാണ് വിഷയം, ഹൃദയമാണ് താരം എന്ന് പറയാൻ പറ്റും. ഖൽബാണ് താരം, അങ്ങനെ പറഞ്ഞൂടെ നമുക്ക്? ഇത് നന്നാക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ ചാരിറ്റിക്കോ നമ്മുടെ ഈ ട്രസ്റ്റിനോ 5 പൈസ നിങ്ങളോട് ഫീസ് വാങ്ങിയിട്ടല്ല ഈ പരിപാടി നടക്കുന്നത്. നിങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കാൻ ഒരു ചിലവ്, ഒരു റെസീറ്റ് ഇവിടുന്ന് തരൂല. നിങ്ങളായിട്ട് തീരുമാനിക്കുന്നു. ഈ സദസ്സിലിരുന്നു കൊണ്ട് എൻ്റെ ഹൃദയം ഞാൻ ശുദ്ധിയാക്കിയിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. ഈ സദസ്സ് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുകയാണ്. ഞാൻ എന്നെ തന്നെ മാറ്റുകയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു ഇസ്ലാമിക് സൈക്കോളജിയിലൂടെ നമ്മൾ കടന്നുപോയി. എനിക്കൊരു 30 ടോപ്പിക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഒരു പക്ഷേ അതിന് ഒരു 3-3.5 മണിക്കൂറെങ്കിലും ആവശ്യമായിട്ട് വരും. പക്ഷേ ഞാനതിന് ചെറിയ ചങ്ക്സ്, കുറച്ച് ക്യാപ്സ്യൂളുകളായിട്ട് മാത്രം അതിനെ ഞാൻ ചർച്ചയ്ക്ക് വെക്കുകയാണ്. ഒന്ന്, വിജയമെന്ന് പറയുന്നത് ആരാധനയിലൂടെയാണ്, ഇബാദത്ത്. നമ്മളെ ഒന്ന് ഒറ്റക്കിരുത്തി നമ്മളും പടച്ചവനും തമ്മിൽ മാത്രം ഹൃദയത്തെ ബന്ധിപ്പിച്ച്, നമ്മുടെ ഫോണുകൾ ഓഫ്, റിങ് ചെയ്യുന്നില്ല, ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇത് നമ്മൾ പടച്ചവന് വേണ്ടി റിസർവ് ചെയ്യുന്ന സമയമാണ്. അതാണ് 5 വക്ത നിസ്കാരം. അത് കമ്പൽസറി അപ്പോയിൻമെൻറ്റുകളാണ്. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷണൽ അപ്പോയിൻമെൻറ്റുകൾ വേറെ എടുക്കാം. സുന്നത്ത് നിസ്കാരം
പക്ഷെ കമ്പൽസറി അപ്പോയിൻമെന്റ് അള്ളാഹു പറയുന്നു, ഈ നിമിഷം യു ഷുഡ് ബി ഇൻ മൈ ഓഫീസ്. ഇതാണ് പഞ്ചിങ് ടൈം, ഇതാണ് നിങ്ങൾ ചെക്കൗട്ട് ടൈമിങ്. ഈ സമയത്തിനുള്ളിൽ എൻ്റെ വീട്ടിൽ നീ വന്നിരിക്കണം. അതാണ് 5 വക്ത നിസ്കാരം എന്ന് പറയുന്നത്. ആ ആരാധനയെങ്ങാനും പടച്ചവൻ വേണ്ടവർ ചെയ്താൽ മതി, ഒരു സുന്നത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരൊറ്റ കുട്ടി ഫർദ് നിസ്കരിക്കൂല എന്നാ. നിർബന്ധിച്ചപ്പോൾ നമ്മൾ കയറിയിറങ്ങുന്നുണ്ട്, നാട്ടുകാരെ പേടിച്ചിട്ടെങ്കിലും. മരിച്ചാലെങ്കിലും വിളിച്ചു പറയില്ലേ നിസ്കരിക്കാത്ത പയ്യനായിരുന്നു, അതുകൊണ്ട് പേടിച്ചിട്ട് എന്ത് ചെയ്യും? കമ്പൽസറിയാണ്. പടച്ചവൻ നിർബന്ധമായും എൻ്റെ മുമ്പിലേക്ക് നീ വരണം. മഹാന്മാർ പറയാം, അതെങ്ങാനും ഓപ്ഷനാക്കിയിരുന്നെങ്കിൽ എല്ലാവരും ആ ഓപ്ഷൻ എടുത്ത് പോയേനെ. അതങ്ങനെയല്ലേ ഉള്ളൂ, വേണ്ട നിർബന്ധമല്ലല്ലോ, പോട്ടെ എന്ന് പറയും. അല്ല, നിർബന്ധമാണ്. وما تقرب إلي عبدي بشيء أحب إلي مما افترضته عليه. അള്ളാഹു പറയാം, ഇത് ഖുർആനല്ല, ഹദീസാണ്, ഖുദ്സിയായ ഹദീസാണ്, അള്ളാഹുവിൻ്റെ വചനം, പക്ഷെ ഹദീസായിട്ട് നബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. وما تقرب إلي عبدي بشيء أحب إلي مما افترضته عليه. അള്ളാഹു പറയാൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എൻ്റെ അടിമ, എൻ്റെ ദാസൻ, ഞാൻ പടച്ച മനുഷ്യർ എനിക്ക് ചെയ്തു തരുന്ന ആരാധനകളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ അവരോട് നിർബന്ധമാക്കിയ കർമ്മങ്ങൾ അവർ ചെയ്യുമ്പോഴാണ്. 5 വക്ത നിസ്കാരം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ കാര്യമായിട്ടൊരു സ്ഥലത്ത് വരണം എന്ന് ഒരാളോട് പറഞ്ഞു, മസ്റ്റാണ്, എക്സ്ക്യൂസ് പറയരുത്, വന്നിരിക്കണം. ആ മനുഷ്യൻ അന്ന് വന്നില്ല, പിറ്റേ ദിവസവും വന്നു, അതിൻ്റെ പിറ്റേന്നും വന്നു, അതിൻ്റെ പിറ്റേന്നും വന്നു, 3 ദിവസം കോൺസിക്യൂട്ടീവായിട്ട് വന്നു അയാൾ. പക്ഷെ നിങ്ങൾ പറഞ്ഞ അന്ന് ഇയാൾ വന്നിട്ടില്ല. അപ്പോൾ 3 പ്രാവശ്യം വന്ന ആ ഓപ്ഷൻ വേണമെങ്കിൽ വന്നാൽ മതിയായിരുന്നു. അത് ഈ ദിവസം വരൽ നിർബന്ധം, അന്ന് വന്നില്ല, ബാക്കി കുറേ വന്നു. നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്ന ഏതാ? എന്ന് വരലായിരുന്നു, ആ പറഞ്ഞ അന്ന് വരലല്ലേ. ഫർളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായത്. ഫർള് ചെയ്യാതെ കുറേ ചിലരുണ്ട്, കടം വാങ്ങിയിട്ട് മുങ്ങിയിട്ടുണ്ടാവും. ഏതെങ്കിലും മനുഷ്യനോട് കടം, അള്ളാഹു തആല മനുഷ്യരെ സഹായിക്കാൻ പറഞ്ഞു, പക്ഷെ അത് ചില ആളുകൾ മുതലെടുത്തപ്പോൾ മനുഷ്യന്മാരെ സഹായിക്കേണ്ടായി. ഹലാല് കൊണ്ട് മനുഷ്യനെ പരിഹരിക്കാൻ പറ്റുമായിരുന്നു, മനുഷ്യൻ സഹായിച്ചാൽ. കടം വാങ്ങിച്ചു, പിന്നെ ഫ്ലക്ച്വേഷൻ വരും, വാല്യൂ വ്യത്യാസം വരും. അതൊന്നും മനുഷ്യർ കണക്ക് പറഞ്ഞ് പലിശ വാങ്ങരുത്, അത് മനുഷ്യന് വേണ്ടി ക്ഷമിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഇസ്ലാം പലിശ വേണ്ടെന്ന് പറഞ്ഞ്. പലിശ എന്ന് പറഞ്ഞ പൈസയെ പെരുപ്പിക്കലാണ് പലിശ എന്ന് പറഞ്ഞാൽ. 1000 ഈ 1000 1100 ആക്കുക. എങ്ങനെ? ആ പൈസ അത്രേ ഉണ്ടാവുള്ളൂ, അതെങ്ങനെ പെരുപ്പിക്കല്? മനുഷ്യൻ അധ്വാനിക്കണം, ക്രിയേറ്റിവിറ്റി വേണം. അതുകൊണ്ട് പലിശ പാടില്ലെന്ന് ഖുർആൻ പറഞ്ഞു. മനുഷ്യനെ സഹായിക്കണം. മനുഷ്യൻ കടം വാങ്ങിയിട്ടത് തിരിച്ചു കൊടുക്കാതെ മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചപ്പോൾ ആളുകൾ കടം കൊടുക്കാതെയായി. കടം വാങ്ങിക്കുന്ന ആളുകൾക്ക് പണ്ട് പേടിയുണ്ടായിരുന്നു, ഇപ്പോൾ പേടിക്കുന്നത് കടം കൊടുത്ത ആൾക്കാരാണ്. കാരണം വാങ്ങിച്ചവനോടെങ്ങാനും സമയമായില്ലടോ, 2 കൊല്ലമായില്ലേ, ഒരു മാസത്തിന് വാങ്ങിച്ച് 2 കൊല്ലമായില്ലേ എന്ന് ചോദിച്ചു പോയാൽ 2 വർഷം മുമ്പ് തന്നെ സഹായിച്ച ആ മനുഷ്യനെ പിന്നെ ശത്രുവായിട്ടാണ് കാണുക. ആരെ? സഹായിച്ച മനുഷ്യനെ. അതൊക്കെ മനുഷ്യന്മാർ ചെയ്യുന്ന പരിപാടിയല്ലേ. അതുകൊണ്ട് ആളുകൾ ആ പരിപാടി നിർത്തി. അതുകൊണ്ട് മനുഷ്യന് ഹറാമിനെ, പലിശയെ ആശ്രയിക്കുകയേ പിന്നെ വഴിയുള്ളൂ. എന്തേ? ഹലാലിൻ്റെ വഴിയെ നമ്മളങ്ങ് മൂടിവെച്ചു. ഞാൻ പറയുന്നത്, കടം തിരിച്ചു കൊടുക്കാനുണ്ടായിരിക്കെ ആ കടം തിരിച്ചു കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. നിങ്ങളെന്താ ഇഷ്ടപ്പെടുന്നത്? എടോ, നിൻ്റെ ഗിഫ്റ്റൊന്നും വേണ്ടില്ലായിരുന്നു, ആ കൊടുത്ത് വാങ്ങിച്ചു പോയ 1000 രൂപ അതങ്ങ് തന്നാൽ പോരെ. അതുകൊണ്ടാണ് നിസ്കാരം ഖളാ ആയിപ്പോയ ആളുകൾ സുന്നത്ത് നിസ്കരിക്കുന്നത് അവർക്ക് ഹറാമായിരിക്കും എന്ന് പറയുന്നത്. അതിനർത്ഥം മനസ്സിലാക്കാണ്ട് പോവല്ലേ. ആ പറഞ്ഞതിനർത്ഥം എന്താണെന്നറിയോ? അള്ളാഹുവിന് നിർബന്ധമായി കൊടുക്കാനുള്ള ളുഹറും അശറും മഗ്രിബും ഇശാവും പ്രായപൂർത്തിയായ ഇടം മുതൽ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ ഫർള്, അത് ഖളാ ഉള്ള ആള് ഒരു സുന്നത്ത് നിസ്കരിക്കാൻ ആൾക്ക് സമയമുണ്ടോ, ആ സുന്നത്തിനെ ഫർളായിട്ട് ഖളാ വീട്ടുക. 2 റക്അത്ത് നിസ്കരിക്കാൻ സമയമുണ്ട്, എന്നാൽ എൻ്റെ കഴിഞ്ഞു പോയ ജീവിതത്തിലെ ഒരു സുബഹി ഞാൻ ഖളാ വീട്ടുന്നു. അല്ലാഹു അക്ബർ. ഇത് ഖളാ വീട്ടലാണ് ആവശ്യം, എന്തല്ല സുന്നത്ത് നിസ്കരിക്കലല്ല. ഇപ്പോൾ തറാവീഹ് നിസ്കരിക്കാൻ ഇമാമിൻ്റെ കൂടെ തറാവീഹ് നിസ്കരിക്കുന്നു, 20 റക്അത്ത് നിസ്കരിക്കുന്നു. 20 റക്അത്ത് നിസ്കരിക്കുമ്പോൾ മിനിമം ഒരു 10 സുബഹി ഖളാ വീട്ടാം. ആൾ നിസ്കരിക്കേണ്ടത് സുബഹി ഖളാ വീട്ടലാണ്, സുന്നത്തല്ല. എന്ന് വിചാരിച്ച് എനിക്ക് നിസ്കാരം ഖളാ ഉള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് സുന്നത്ത് ഹറാമാണ്, ഞാൻ വീട്ടിൽ പോവാണ്, അങ്ങനെയല്ല ഇതിനർത്ഥം.
നിങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ, ആരോഗ്യമുണ്ടോ, നിസ്കരിക്കാൻ സൗകര്യം തോന്നുന്നുണ്ടോ, ഫർള് ഖലാ വിട്ട് സുന്നത്തല്ല ചെയ്യേണ്ടത്. എന്തുകൊണ്ട്? ബാധ്യത അവിടെ ബാക്കി വെച്ചിട്ട് നമ്മൾ ബാധ്യതയില്ലാത്തതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനിഷ്ടം ബാധ്യതകൾ നിറവേറ്റലാണ്. നോമ്പ് ഖലാ ഉണ്ടെങ്കിൽ അത് ഖലാ വീട്ടലാണ് വേണ്ടത്. നോമ്പ് ഖലാ വിട്ടാതെ സുന്നത്ത് നോമ്പ് തിങ്കളും വ്യാഴൊക്കെ നോക്കുന്നുണ്ട്. ഒരു നിയ്യത്തങ്ങ് വെച്ചാൽ മതി, എൻ്റെ കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടത് ഞാൻ അള്ളാഹുവെ നിനക്ക് വേണ്ടി ഞാൻ ഖലാ വീട്ടുകയാണ്. അത് ചെയ്യണം. നിർബന്ധമായതാണ് സുന്നത്തിനേക്കാൾ അള്ളാഹുവിനിഷ്ടം. ക്ലിയർ ആയല്ലോ? ചിലരെന്ത് മനസ്സിലാക്കുന്നറിയോ? നിസ്കാരം ഖലാ വീട്ടാനുണ്ട്, എനിക്കിനി സുന്നത്ത് പാടില്ല, എനിക്ക് ഹറാമ, ഞാൻ പോവാണ്. നീ പോവല്ല, അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക? 2 റക്അത്ത് ഖലാ വീട്ടിക്കോ, സുബഹി ഖലാ വീട്ടിക്കോ, 4 റക്അത്ത് നിസ്കരിക്കാൻ സൗകര്യം ളുഹർ ഖലാ വീട്ട്. ഓരോ ളുഹറിൻ്റെ കൂടെയും ഒരു ളുഹർ, അസറിൻ്റെ കൂടെ ഒരു അസർ. ചിലർ പറയും കഴിഞ്ഞില്ലേ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതൊന്നും ഒക്കെ വെറുതെ പറയാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ചെയ്യേണ്ട ഈ പണി ചെയ്യാതെ 4 ദിവസം കഴിഞ്ഞു പോയി, ആ കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ വിടുമോ? നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ഒഴിവാക്കി വിട്ടു. എന്നിട്ട് പിന്നെ പറയാം, ആരോ പറഞ്ഞു പിന്നെ ഖലാ കൂട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തെറ്റിദ്ധാരണകളിൽ പെട്ടുപോകണ്ടേ, കുടുങ്ങിപ്പോകും, പാലത്തുമ്പോൾ കുടുങ്ങിപ്പോകും. ഒരു ബ്രിഡ്ജ് കിടക്കാനുള്ള ആളുകളാണ് നമ്മൾ. സിറാത്ത്, അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് മനുഷ്യൻ ഇബാദത്ത് ചെയ്യണം, ആരാധന ചെയ്യണം. അതുകൊണ്ടാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ, മനസ്സിനെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ ഹബീബ് കടന്നു പോകുമ്പോൾ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാഹ്. പ്രവാചകരെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ, ഡിപ്രഷൻ അനുഭവിക്കുകയാണെങ്കിൽ, ഡിപ്രഷൻ തങ്ങൾക്കില്ല കേട്ടോ, വളരെ പ്രയാസമുള്ള ഒരു മാനസിക സംഘർഷമുള്ള ഒരു അനുഭവം ഹബീബിനുണ്ടായാൽ, ഗുളി കുടിക്കുകയാണോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഡോക്ടറെ പോയി കാണിക്കണോ? ആദ്യം ചെയ്യേണ്ട മരുന്ന് ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാഹ്. ടെൻഷൻ അടിക്കുന്നൊരു വിഷയം വന്നു. നമ്മളൊക്കെ പബ്ലിക്കിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, അനുസാറൊക്കെ നമുക്കൊരുപാട് വരും. ഏറെന്ന് പറഞ്ഞാൽ ചെരുപ്പുണ്ടാക്കിയായിരിക്കും ചിലപ്പോൾ എറിയുക, അതൊക്കെ കൊള്ളേണ്ടി വരുന്നതാണ്. നമ്മൾ പൊതുരംഗത്ത് ജീവിക്കുമ്പോൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, നമ്മൾ ഓരോരുത്തർക്കും അവരവരുടെ ലെവൽ വെച്ചിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും ലോകത്ത്, അല്ലേ? വലിയ മുതലാളിമാർക്ക് വലിയ മില്യൺ കണക്കിന് കടത്തിൻ്റെ കഥയിലേക്ക് പറയണ്ട. എനിക്ക് 5000 കൊടുക്കാണ്ടെന്ന്, അല്ലെങ്കിൽ 5 ലക്ഷം കടമുണ്ടെന്ന് പറയും. ഓരോരുത്തർക്കും അവനവൻ്റെ തോതനുസരിച്ച് ടെൻഷനും സന്തോഷമൊക്കെ അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിന് ഭാരമേകുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ നമ്മളറിയണം, പുണ്യ റസൂൽ ചെയ്തിരുന്നത് ഇങ്ങനെയാണ്. ഫസിഅ ഇലസ്സലാഹ്. വേഗം പോയി വുളു എടുക്കും, വൃത്തിയുള്ള വസ്ത്രം ധരിക്കും, സുഗന്ധം പൂശിയിട്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഭവ്യതയോടുകൂടെ കഴിയുന്നത്ര സുന്നത്ത് നിസ്കാരങ്ങൾ 2 റക്അത്തുകളായി ഹബീബ് നിസ്കരിക്കുമായിരുന്നു. ആ നിസ്കാരം സലാം വീട്ടുന്നതോടുകൂടെ മനസ്സിനെ കീറി മുറിച്ചിരുന്ന ആ പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഹബീബിന് ലഘൂകരിക്കപ്പെടുന്നത് കാണാമായിരുന്നു. നമുക്കുമുള്ള മരുന്നാണിത്. നമ്മളെപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ. വേഗം പോയി വല്ല സ്ലീപ്പിംഗ് പില്ലും കഴിക്കാണ്ടേ 2 റക്അത്ത് നിസ്കരിച്ച് നോക്കി, നല്ല മാറ്റം ഉണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര ടെൻഷൻ അനുഭവിക്കുന്ന മക്കളാണ്. പ്രത്യേകിച്ച് മെഡിസിനൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ ഭയങ്കര ടെൻഷനാണ്. അവരുടെ ഇൻറ്റേർണൽ മാർക്കുകൾ ഉണ്ടാവും. അപ്പോൾ ടീച്ചർമാർ ചിലരങ്ങ് പിടിച്ചു വെക്കും, ചിലർ കൊടുക്കൂല, ചില പകരം വീട്ടും. ഭയങ്കര ടെൻഷനായിരിക്കും. കുറേ പഠിക്കാനുണ്ടാവും, കുറേ പ്രഷറുണ്ടാവും വീട്ടിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്. അതൊക്കെ ലഘൂകരിക്കാൻ 2 റക്അത്ത് നിസ്കാരം കൊണ്ട് കഴിയും. അതുകൊണ്ടാണ് നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മുഅദ്ദിനായ ഹബീബാ നബിക്ക് വേണ്ടി വാങ്ക് വിളിച്ചിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട്, വാങ്ക് വിളിക്കൂ ബിലാലേ, ഇഖാമത്ത് വിളിക്കൂ ബിലാലേ എന്ന് പറയേണ്ട വാക്കുകൾക്ക് പകരം പുണ്യനബി പറയാറുണ്ടായിരുന്നത് അരിഹ്നാ ബിഹാ യാ ബിലാൽ. ബിലാലേ, ആ ഇഖാമത്ത് കൊടുത്തുകൊണ്ട്, ആ നിസ്കാരം സ്ഥാപിച്ചുകൊണ്ട് മനസ്സിന് സന്തോഷം തരൂ ബിലാലേ.
നിസ്കാരം കൊണ്ട് മനസ്സിന് സമാധാനം തരൂ ബിലാലെ. അങ്ങനെ പറഞ്ഞാൽ ഇഖാമത്ത് കൊടുക്കണം എന്നാ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അരിഹ്ന ബിഹാ, അരിഹ്ന റാഹത്ത് എന്ന് പറയില്ലേ, അതിൽ നിന്നാണ് അരിഹ്, അരിഹ്നി, അരിഹ്ന, അരിഹ്ന ബിഹാ യാ ബിലാൽ, ബിലാലെ നിസ്കാരം കൊണ്ട് സന്തോഷം തരണേ. വാങ്ക് വിളിക്കും ബിലാലെ, ഇഖാമത്ത് കൊടുത്തോളൂ. നമ്മളാ നിസ്കരിക്കുന്നത് നമ്മുടെ ഒരു മനസ്സിന് നൽകുന്ന ട്രീറ്റ്മെൻ്റാണ്. അങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിസ്കാരം എൻ്റെ മനസ്സിന് ഞാൻ നൽകുന്നൊരു ട്രീറ്റ്മെൻ്റാണ്. അതൊരു ചികിത്സയാണ്, അതൊരു ചികിത്സയാണ്. സമാധാനം അവിടെ കിട്ടും. മനുഷ്യൻ്റെ സമാധാനത്തിൻ്റെ വിജയത്തിൻ്റെ ആണിക്കല്ലാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സുജൂദ് ചെയ്യുന്ന സമയം. അതുകൊണ്ടാണ് മഹാന്മാർ പറയാറുള്ളത്, നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, റമദാൻ വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ, നിസ്കാരത്തിൻ്റെ നേരമായി എന്ന് കേൾക്കുമ്പോൾ, വാങ്കുലി ശബ്ദം കേൾക്കുമ്പോൾ, എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള സമയമായി എന്ന് അറിയുമ്പോൾ സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ വരുന്ന ഒരു ആനന്ദത്തിൻ്റെ ആന്തോളനമുണ്ടത്രേ. ആനന്ദത്തിൻ്റെ ചില തിരകൾ ഇങ്ങനെ മനസ്സിലടിച്ചു വീശുന്നു. വിശന്ന മനുഷ്യൻ്റെ മുമ്പിൽ അവിടെ ഭക്ഷണം റെഡിയായിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? നിക്കാഹിൻ്റെ സദസ്സിലൊക്കെ ഖബിൽത്തു മിൻകാന്നൊക്കെ പറഞ്ഞ് ഉസ്താദിൻ്റെ ദുആ തീരും മുമ്പ്, നിങ്ങളുടെ നാട്ടിൽ പുതിയണ്ണിൻ്റെ നാട്ടിലാണോ നിക്കാഹ്? അല്ല, പുതിയാപ്പളിൻ്റെ നാട്ടിലാണ്. പുതിയണ്ണിൻ്റെ അപ്പോൾ പുതിയാപ്പളിൻ്റെ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ ഗസ്റ്റ് വന്നിട്ടുണ്ടാവും ഇവിടെ. പുരക്കാർ വിചാരിക്കും ആദ്യം അവർ ഭക്ഷണം കഴിക്കട്ടെ എന്ന്. അത് നാട്ടുകാർ തന്നെ പോയി തുടങ്ങും ആദ്യം. അങ്ങനെ ആകെ ടെൻഷനായി. നാട്ടുകാരെ വിളിച്ച് എണീപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ എന്തേ, ഭക്ഷണം അവിടെ റെഡിയാന്ന് കേട്ടപ്പോഴേക്കും പിന്നെ എല്ലാം പരിസരം മറന്നു. നമ്മളെ നാട്ടിലേക്ക് പുതിയൊരു നാട്ടുകാർ വന്നിട്ടുണ്ട്, അവർ കഴിക്കട്ടെ, എന്നിട്ട് പോരെ നമുക്ക്, നമ്മൾ നാട്ടുകാരല്ലേ, ഇനി ഇല്ലെങ്കിലും നമുക്ക് സഹിച്ചൂടെ, നമ്മുടെ ഗസ്റ്റിന് ഇല്ലാതിരുന്നാൽ മോശമല്ലേ? അതൊന്നും അവിടെ ഓർമ്മ വരൂല അല്ലേ? നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ടോ അങ്ങനത്തെ അവസ്ഥകൾ? ഇല്ല. ഓക്കെ, എന്നാൽ വിട്ടേക്ക്. നമ്മൾ കരുനാഗപ്പള്ളിയല്ലേ ഇത്? അൽഹംദുലില്ലാ. അതുകൊണ്ട് പിന്നെ കല്യാണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. പലയിടത്തും ഭയങ്കര പ്രശ്നം ഉണ്ടാവും. പുതിയാപ്പളിൻ്റെ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തില്ല, നാട്ടുകാർ ആദ്യം കയറി കൈയടക്കി. അങ്ങനെ ഒന്നുമല്ല, ഭക്ഷണത്തിന് വിശന്നിരിക്കുന്നൊരു മനുഷ്യനെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല, അവർ ഓടും. അപ്പോൾ ചെറിയ സ്നാക്കൊക്കെ ആദ്യം കൊടുത്തിട്ട് വിശപ്പടക്കലിന് പരിഹാരമുള്ളേ. മനുഷ്യൻ ഭക്ഷണത്തിന് ദാഹിക്കുന്ന പോലെ പടച്ചവൻ്റെ മുമ്പിൽ സുജൂദിന് ദാഹിക്കുന്ന വിശ്വാസികളുണ്ട്. നിസ്കരിക്കണം, എനിക്ക് നിസ്കരിക്കണം. ഐ നീഡ് ടു പ്രേ. ഐ വാണ്ട് ടു പ്രേ എന്നല്ല, ഐ നീഡ് ടു പ്രേ. ഇത് മനുഷ്യന്, എനിക്ക് നിസ്കരിക്കണം. ഭക്ഷണം കഴിക്കാതിരുന്നാൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, ഉറങ്ങാതിരുന്നാൽ എനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നില്ലേ? ഉറക്കം നമുക്ക് മസ്റ്റാണ്. ഇത് നീഡാണ്. എനിക്ക് ഐ നീഡ് ടു പ്രേ, എനിക്ക് നിസ്കരിക്കണം. ഇന്നഹു ലതമുറു ബിൽ ഖൽബി സആഅത്തുൻ യർഖുസു ഫീഹാ തറബാ. മഹാന്മാർ പറയുകയാണ്, നിസ്കാരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ പരലോകത്ത് അള്ളാഹുവിനെ കാണുന്ന നാളത്തെ ആ രംഗം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് മനുഷ്യനെത്തുന്നു. ഇതൊക്കെ നാവുകൊണ്ട് കളവ് പറയാത്ത പുണ്യ റസൂലാണ് നമുക്ക് പഠിപ്പിച്ചെന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യവിശ്വാസികൾ മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിന് ശേഷം വളരെ മനോഹരമായ കുതിരകളെ കൊണ്ടുവന്ന് നിർത്തുമത്രേ മാലാഖമാർ. മനോഹരികളായ കുതിരകൾ, അവകൾക്ക് ചിറകുകളുണ്ടായിരിക്കുന്നു. കാരണം ദേ ആർ നോട്ട് ഓഫ് ദിസ് വേൾഡ്. അതുകൊണ്ട് ആ ഡൈമെൻഷൻ പുണ്യനബി തങ്ങൾ പറഞ്ഞു തന്നു, ചിറകുകളുള്ളത്, പറക്കാൻ കഴിയുന്നത്. അവരെ മുഴുവനും, സത്യവിശ്വാസികളെ മുഴുവനും ആ കുതിരകൾക്ക് മേൽ അവരോട് പറയും, അവരെ മൗണ്ട് ചെയ്യാൻ പറയും, കുതിരപ്പുറത്ത് കയറാൻ പറയും. കുതിരപ്പുറത്ത് കയറിയിട്ട് അവരെ അള്ളാഹു തെരഞ്ഞെടുത്തൊരു സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നൊരു രംഗമുണ്ട്. വാദിൽ അഫിയഹ് എന്നാണ് ആ താഴ്വരയുടെ പേര്. വാദിൽ അഫിയഹ്. പ്രകാശത്താൽ നിർമ്മിക്കപ്പെട്ട കസേരകളിൽ പ്രവാചകന്മാർ, സ്വാലിഹീങ്ങൾ, മുർസലുകൾ ഇരിക്കുന്നുണ്ട്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പ്രഷ്യസ് സ്റ്റോണുകളുടെയും നമ്മളാരും കണ്ടിട്ടില്ലാത്ത പല അത്ഭുത കസേരകളും അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പിറകിൽ കുസ്ബാനുൽ മിസ്ക്, കസ്തൂരിയുടെ ഹിൽസ് ഓഫ് മസ്ക്,
കസ്തൂരിയുടെ കുന്നുകളുണ്ടായിരിക്കും ബാക്കിൽ. VIP കളൊക്കെ ഈ കസേരകളിലാണ്. അവിടെ VIP കളല്ലാത്തവർ ആ കുന്നിൻ പുറത്താണ് ഇരിക്കുന്നത് എന്ന് ഹദീസ് പറയുമ്പോൾ ഹദീസ് പണ്ഡിതന്മാർ പറയും, ആ കാഴ്ചക്ക് വരുന്നവരാരാണ് VIP അല്ലാത്തവർ? എന്താ അവിടെ നടക്കുന്നതെന്നറിയോ? പടച്ചതമ്പുരാൻ അള്ളാഹുവിനെ റബ്ബ് തആല മറനീക്കി കാണിച്ചു കൊടുക്കുന്നൊരു രംഗമുണ്ട്. ഒരു മേഘം പോലെ ഇറങ്ങി വരും. അവിടെ നിന്നൊരു ശബ്ദം കേൾക്കും. സത്യവിശ്വാസികൾ മുഴുവനും അത് കാതോർത്ത് കേൾക്കും. അസ്സലാമു അലൈക്കും അഹ്ലൽ മൗഖിഫ്, നിങ്ങൾക്കെൻ്റെ രക്ഷയുണ്ട് എന്ന് പറയും. അപ്പോൾ ആളെ കാണുന്നില്ല. ആ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഒരുപാട് ആളുകൾ സുജൂദിലേക്ക് വീഴും. എന്നിട്ട് അല്ലാഹു ചോദിക്കും, സ്വർഗവാസികളെ, നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു സമ്മാനം നൽകുകയാണ്, എന്തു വേണം എന്നെന്നോട് ചോദിച്ചോളൂ. എല്ലാവരും ആലോചിക്കും, എന്ത് ചോദിക്കണം? പടച്ചവനെ, നീ ഞങ്ങൾക്ക് സ്വർഗം തന്നല്ലോ, അത് മതി റബ്ബേ. അത് ഞാൻ തന്നു, അതിലേറെ നിങ്ങൾക്ക് നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചോളൂ. എല്ലാവരും ഒരു ഉത്തരം പറയും. ആ ഉത്തരം ഇതാണ്, പടച്ചവനെ, തർള അന്ന, നീ ഞങ്ങളെക്കുറിച്ച് തൃപ്തിപ്പെടണം, ഞങ്ങളോട് ദേഷ്യപ്പെടരുത്. ഞാൻ നിങ്ങളെ തൃപ്തിപ്പെട്ടത് കൊണ്ടല്ലയോ നിങ്ങളെ ഞാൻ ഈ സ്വർഗത്തിലേക്ക് വിളിച്ചു വരുത്തിയത്? സ്വർഗം തന്നത് അതിനല്ലേ? ഞാൻ ചോദിക്കുന്നത് അതിലപ്പുറം നിങ്ങൾക്ക് എന്ത് വേണമെന്ന് എന്നോട് ചോദിക്കൂ, ഞാൻ തരാം. എന്താ ചോദിക്കേണ്ടത്, എന്താ ചോദിക്കേണ്ടത് എന്ന് പരസ്പരം വിശ്വാസികളും പ്രവാചകന്മാരും ഇരിക്കുന്നൊരു സദസ്സിൽ മൗനത്തിൽ ചർച്ച നടക്കുന്നു. ഫയത്തഫിഖൂന അലാ ഖൗലിൻ വാഹിദ്, ഒരേ ഒരു മറുപടി അവിടെ നിന്ന് വരും, അല്ലാഹുവേ, നീ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ, ഈ ലോകത്ത് നന്മ ചെയ്ത ആളുകൾക്ക് ഞാൻ സ്വർഗം നൽകും. വസിയാദ, അതിലേറെയും ഞാൻ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞ സിയാദ, ഏറെ നൽകാൻ പോകുന്നത് റുഅയത്തുല്ലാഹ്, കാരുണ്യവാനായ പടച്ചതമ്പുരാനെ മനുഷ്യൻ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്ന അനുഭവമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വജഹിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രകാശത്തിൻ്റെ കോടിക്കണക്കിന് മറകൾ നീങ്ങുകയും സത്യവിശ്വാസികൾ അള്ളാഹുവിനെ കണ്ണുകളെ കൊണ്ട് കാണുകയും ചെയ്യുന്ന ഒരു നേരമുണ്ടെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, സ്വർഗത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ആനന്ദങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആനന്ദം അള്ളാഹുവിനെ കാണലാണ്. സ്വർഗത്ത് പോകുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കാണല നമ്മുടെ ലക്ഷ്യം. അവിടുത്തെ ഹൂറുൽ ഐനുകളോ, അവിടുത്തെ ഭക്ഷണമോ, അവിടുത്തെ പാനീയമോ, അവിടുത്തെ സൂഖുൽ ജുമുഅയോ, അവിടുത്തെ എന്തൊക്കെ കൊട്ടാരങ്ങളുണ്ടോ അതൊക്കെ സെക്കൻഡറിയാണ്. സ്വർഗത്തിലെ പ്രൈമറി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ദ സൈറ്റ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിനെ കാണലാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങൾ സുജൂദിൽ കിടന്ന് ദുആയിരക്കും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദത്തൻ നദുരി ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖാഇക ഫീ ഗൈരി ളർറഅ മുദിറത്തിൻ വലാ ഫിത്നത്തിൻ മുദില്ല. പടച്ചവനെ, നിന്നെ കാണാനും നിന്നെ നേരിട്ടൊന്ന് അനുഭവിക്കാനും നീ എനിക്ക് അവസരം നൽകണമേ. ആര് പ്രാർത്ഥിച്ചു? നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു. നമ്മൾ അങ്ങനെ ദ്വാരക്കാറുണ്ടാ? എനിക്ക് പടച്ചവനെ നിന്നൊന്ന് കാണിച്ചു തരണം. മനുഷ്യൻ അനുഭവിക്കുന്ന ആനന്ദങ്ങളിൽ ഏറ്റവും വലിയ ആനന്ദം നമ്മുടെ കണ്ണുകളെ കൊണ്ടാണ്, അല്ലേ? അതുകൊണ്ട് എല്ലാവരും മൊബൈലും പിടിച്ചിരിക്കണത്. എപ്പോഴും മനുഷ്യൻ നോക്കിയിട്ടാണ് ആസ്വദിക്കുന്നത്. ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ കണ്ണാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. കണ്ണുകളിലൂടെ കിട്ടുന്ന ആനന്ദം വലിയ ആനന്ദമാണ്. അള്ളാഹു മനുഷ്യന് കണ്ണിൽ പടച്ചവൻ ഇവിടെ കാണിച്ചു തന്നിട്ടില്ല. ഈ പ്രപഞ്ചം അത്രമേൽ വലുതാണ്. ആ വലിയ റബ്ബ് നമ്മുടെ കൊച്ചു കണ്ണുകൾക്ക് മുമ്പിൽ ചെറുതായി വരണമെന്ന് വാശി പിടിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്വത്തോട് നമ്മൾ ചെയ്യുന്ന അനീതിയാണ്. അതുകൊണ്ട് ഇവിടെ കാണാൻ പറ്റില്ല. കാണാൻ പറ്റാത്ത എത്രയോ ഈ ദൃശ്യപ്രപഞ്ചം എന്ന് പറയുന്നത് 96% ഈസ് അൺസീൻ. ഡാർക്ക് മാറ്ററുകളാണ്. പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് ബില്യൺ കണക്കിന് 2 ട്രില്യൺ ഗാലക്സികളുണ്ട് എന്ന് പറയുന്നത് ദൃശ്യപ്രപഞ്ചത്തിൻ്റെ 4% മാത്രമാണ് അത്രേ. ബാക്കി 96% കാണാൻ കഴിയാത്ത ലോകമാണ്. ഈ ലോകം പടച്ച തമ്പുരാനെ ഭൂമി എന്ന് പറയുന്ന ഒരു പൊടിയോളം പോലുമില്ലാത്ത ആ പ്രപഞ്ചത്തിലെ 2 കാലിൽ നടക്കുന്ന ഒരു ജീവി പറയും, ആ ജീവിൻ്റെ മുഖത്ത് കൊടുത്ത 2 ചെറിയ ബൗള് കൊണ്ട്, ഈ ബോള് കൊണ്ട് എനിക്ക് കാണണമെന്ന് വാശി പിടിച്ചാൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെ ചെറുതായി കാണിക്കലല്ലേ അത്? എനിക്ക് റബ്ബിനെ കാണാൻ. നിൻ്റെ കണ്ണ് എവിടെയാ?
നിനക്ക് എന്തിവിടെ കാണാൻ പറ്റുന്നുണ്ട്? അതുകൊണ്ട് ലാ തുദ്രിക്കുഹുൽ അബ്സാർ. മഹാന്മാർ പറയാൻ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു കോരിത്തെരിപ്പ് ഇങ്ങനെ വരുന്നുണ്ട് ലോകത്ത്. മനസ്സിനൊരു ആനന്ദം വരുന്നുണ്ട്. എൻ്റെ റബ്ബിനെ കാണുന്ന നേരം. അള്ളാഹു കാരുണ്യവാനാണ്. 1000 കാരുണ്യത്തെ അള്ളാഹു മുറിച്ചു വെച്ച് ആ കാരുണ്യത്തിലെ ഒരു കഷ്ണമാണ് ഭൂമിയിലേക്ക് ഇറക്കിയത്. ആ ഒരു കഷ്ണം കൊണ്ടാണ് മനുഷ്യൻ പരസ്പരം കാണിക്കുന്ന സ്നേഹം, ആദരവ്, കരുണ, വാത്സല്യം. ഒരാടിൻകുട്ടിയുടെ മേൽ കാല് തൊടാതെ ആടിൻ്റെ അമ്മയായ ആട് കാല് പൊക്കുന്നത് പോലും പടച്ചതമ്പുരാൻ്റെ 1000 കരുണയുടെ 100 കാരുണ്യത്തിൻ്റെ കഷ്ണങ്ങളിൽ ഒരു കഷ്ണം ഇറക്കിയ മനുഷ്യരും ജീവികളും മത്സ്യങ്ങളും പക്ഷികളും ജന്തുജാലങ്ങളും എല്ലാം കൈമാറുന്ന സ്നേഹം പടച്ചതമ്പുരാൻ്റെ കാരുണ്യത്തിൻ്റെ 100 അംശങ്ങളിൽ ഒന്ന് മാത്രമാണ്. ബാക്കി 99 അള്ളാഹുൽ വിശ്വസിച്ച ആളുകൾക്ക് കരുണ ചെയ്യാൻ പരലോകത്തേക്ക് അള്ളാഹു നീട്ടിവെച്ചു എന്ന് പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കരുണയുടെ ആ ഒരു വസന്തമെന്ന് വിളിച്ചാൽ മതിയോ? കാരുണ്യത്തിൻ്റെ സ്വർഗമെന്ന് വിളിച്ചുകൂടെ? ആ ലോകത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് വെറുതെ ഒരു വൃഥാവില്ല ആലോചനയല്ല. ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം എന്നത് ഇറ്റ് ഈസ് ഫണ്ടമെന്റൽ ആൻഡ് ഒതന്റിക്. വിശുദ്ധ ഖുർആൻ അത് മനുഷ്യൻ്റെ വചനമാണെന്ന് ലോകത്ത് തെളിയിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. പടച്ചവൻ്റേത് മാത്രം. ഇറ്റ്സ് നോട്ട് ഹ്യൂമൻ. ഇത് മനുഷ്യൻ്റേതല്ല. മനുഷ്യന് ഖുർആൻ കൊണ്ടുവരാൻ കഴിയില്ല. പ്രവാചകരുടേതുമല്ല. ഹദീസും ഖുർആനും നോക്കിയാൽ മനസ്സിലാവും ഭാഷാ വ്യത്യാസം. ഖുർആൻ്റെ അത്ഭുതങ്ങളോ അതിൻ്റെ മിറക്കുലസ് സ്റ്റാറ്റസിനെ കുറിച്ചോ അല്ല നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആ ഗ്രന്ഥവും ഹബീബിൻ്റെ സ്വഹീഹായ ഹദീസുകളും അവിടുത്തെ പഠനങ്ങളും തലമുറയായി മനുഷ്യ ചിന്തകളിലൂടെ കൈമാറി വന്ന ആധ്യാത്മിക ആലോചനകളും ഇതൊക്കെ സമ്മേളിക്കുന്നതാണ് നമ്മുടെ ദീൻ. ആ ദീനിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ആലോചിക്കുന്നത് എന്നല്ലാതെ ആരോ ദിവാസ്വപ്നം കാണുന്ന സ്വപ്നമല്ല നമ്മുടേത്. നമ്മുടേത് ആധികാരികതയുള്ള ചിന്തയാണ്. ആ ചിന്തകൾക്ക് ടെക്സ്റ്റിൻ്റെ പിൻബലമുണ്ട്. ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഈ ആനന്ദത്തോളമുള്ള ഒരാനന്ദമെങ്കിലും സ്വർഗലോകത്തുണ്ടെങ്കിൽ മനുഷ്യൻ രക്ഷപ്പെട്ടു പോകുമെന്ന് തോന്നാറുണ്ട് ഞങ്ങൾക്ക്. അലിമിങ്ങൾ പറയാം, നാളെ പരലോകത്ത് നടക്കാൻ പോകുന്നത് ഭൂമിയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ നേരമാകുമ്പോൾ വാങ്ക് വിളിക്കുമ്പോൾ ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരണേ, വിജയത്തിലേക്ക് വരണേ എന്ന് വിളിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ആ ഫിക്സ്ഡ് അപ്പോയിൻമെൻ്റ് അള്ളാഹു നിർണയിച്ച സമയത്ത് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി റബ്ബുമായിട്ടുള്ള മീറ്റിംഗ് നടത്താൻ കൊതിയൂറുന്ന മനസ്സ് വെമ്പൽ കൊള്ളുന്ന ആനന്ദം പോലോത്ത ആനന്ദമെങ്കിലും നാളെ സ്വർഗത്തിൽ കിട്ടിയാൽ സ്വർഗമാകും. മഹാന്മാർ പറയാം. അപ്പം എന്തായിരിക്കും അവർ അനുഭവിക്കുന്നതെന്നാ? സുബ്ഹാനല്ലാഹ്.